ഹായ് എവ്രി വൺ, വെൽക്കം ടു അനദർ വീഡിയോ ഓഫ് മൈൻ. അപ്പോൾ ഞാൻ ഇന്നൊരു വെഡ്ഡിങ് വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചു. വെഡ്ഡിങ് എന്ന് വെച്ചാൽ ഞങ്ങൾ നേരത്തെ താമസിച്ചുകൊണ്ടിരുന്ന സ്ഥലത്ത് ഒരു നെയ്ബറിൻ്റെ കല്യാണമാണ്. അപ്പോൾ ഒരു ഹിന്ദു വെഡ്ഡിങ് ആണ്. അപ്പം ഞാൻ ഇന്ന് അതിന് പോകുന്നതിൻ്റെ ഒരു ചെറിയ വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പം ഞാൻ അങ്ങനെ ട്രഡീഷണൽ ലുക്കിലൊന്നും അങ്ങനെ എങ്ങും പോകാറില്ല. വളരെ കുറച്ചാണ് ഞാൻ ട്രഡീഷണൽ ലുക്ക് ചെയ്യുന്നത്. ഇപ്പം ഇന്ന് ഞാൻ വിചാരിച്ചു എന്നാൽ പിന്നെ ഒരു ഹിന്ദു വെഡ്ഡിങ് അല്ലേ, അപ്പോൾ ഒരു ട്രഡീഷണൽ ലുക്കിലൊക്കെ റെഡി ആവാമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഞാൻ അങ്ങനെ പോകാനൊരുങ്ങാണ്. ഞാൻ പറഞ്ഞില്ല, മോസ്റ്റ്ലി ഇപ്പം ഹിന്ദു വെഡ്ഡിങ്ങിന് പോവുകയാണെങ്കിൽ പോലും ഞാൻ അത്ര ട്രഡീഷണൽ ലുക്കിലൊന്നും ഒരുങ്ങി പോകാറില്ല. അപ്പോൾ ഇന്ന് എന്തായാലും അങ്ങനെ പോകാമെന്ന് വിചാരിച്ചു. അപ്പോൾ അതിൻ്റെ ഒരു ചെറിയ വീഡിയോ ആണ്. അപ്പോൾ ഇന്നത്തെ എൻ്റെ ഔട്ട്ഫിറ്റ് എന്ന് പറഞ്ഞാൽ ഒരു സ്കേർട്ടും ബ്ലൗസും ആണ്. ഒരു സാധാരണ പട്ടുപാവാടയും ബ്ലൗസും ആണ്. അപ്പോൾ ഇതാണ് പാവാട, കണ്ടില്ലേ ഇത്. പിന്നെ ഇതിൻ്റെ ബ്ലൗസ് എന്ന് പറയുന്നത് ഇതാണ്. ഇത് ഞാൻ ഓൾറെഡി ഇട്ടിട്ടുണ്ട്. ഇതിന് മുന്നേ ഒരു തവണ ഞാൻ ഇട്ടിട്ടുണ്ട്. ഇതിനിങ്ങനെ ഒരു പഫ് സ്ലീവ്സ് വന്നിട്ട് ഇതാണ് ഇതിൻ്റെ സ്ലീവ്സ്, കണ്ടില്ലേ. ഏകദേശം ഇത്ര ഉണ്ട് സ്ലീവ്. അപ്പം ഫ്രണ്ട് പോർഷനിൽ ഒരു ഗ്രീൻ ആണ് വരുന്നത്. അപ്പോൾ ഞാൻ വിചാരിക്കുന്നത് ഇതിൻ്റെ കൂടെ ഗ്രീൻ ഓർണമെൻറ്റ്സ് ഇട്ടാലോ എന്ന് വിചാരിക്കുന്നു. അപ്പോൾ എനിക്ക് എമറാൾഡിൻ്റെ ഒരു റിംഗ് ഉണ്ട്. അപ്പോൾ അത് ഇതിൻ്റെ കൂടെ പെയർ ചെയ്യാമെന്ന് വിചാരിക്കുന്നു. ഞാനത് ഡെയിലി ഒന്നും അങ്ങനെ ഇടാറൊന്നുമില്ല, വല്ലപ്പോഴും മാത്രമേ ഇടാറുള്ളൂ. അപ്പോൾ ഇന്ന് ഇതിൻ്റെ കൂടെ അതിടാമെന്ന് വിചാരിക്കുന്നു. ഇനി ബാക്കി സാധനങ്ങളൊന്നും ഞാൻ നോക്കി വെച്ചിട്ടില്ല. പെട്ടെന്നായിരുന്നു ഇന്നാണ് കല്യാണം എന്ന് ഓർത്ത് പെട്ടെന്നായിരുന്നു. അപ്പം ഇനി അത് ബാക്കി സാധനങ്ങളെല്ലാം ഞാൻ റെഡിയാക്കി വെക്കട്ടെ. ഇന്ന് 12:30ക്കാണ് കല്യാണം. പക്ഷേ ഇവിടെ രാവിലെ മുതൽ നല്ല മഴയാണ് പുറത്ത്. അപ്പോൾ ഇപ്പം മഴ ചെറുതായിട്ടൊന്ന് മാറി നിൽക്കുകയാണ്. അപ്പം ഞാൻ നോക്കി പോകാനൊക്കെ പറ്റുമോ, കുഴപ്പമില്ല. ഇവിടെ അടുത്ത് തന്നെയാണ്. നമുക്കിവിടെ ജസ്റ്റ് ഒരു ടേണിങ് കഴിയുമ്പോഴാണ് ഈ പോകുന്ന ടെമ്പിള്. അങ്ങനെ ഞാൻ എൻ്റെ ഇന്നത്തെ ഡ്രസ്സിൻ്റെ കൂടെ ഇടാനുള്ള ഓർണമെൻറ്റ്സ് കണ്ടുപിടിച്ചു. ഈ മാലയും പിന്നെ ഈ 2 വളകളുമാണ് ഇടാൻ പോകുന്നത്. ഇത് വള ഒന്ന് ഡാർക്ക് ഗ്രീന്, പിന്നെ ഒന്ന് ഒരു ഡാർക്ക് പേർപ്പിൾ കളറ്, പിന്നെ മാലയും സെയിം ആണ്. അപ്പോൾ എൻ്റെ കോസ്റ്റ്യൂമിൽ ഈ സെയിം കളർ കോംബോ വരുന്ന ഡ്രസ്സാണ് ഇടുന്നത്. ആൻഡ് ഓൾസോ ഞാൻ ഇതിൻ്റെ കൂടെ കമ്മലും കണ്ടുപിടിച്ചു. ഒരു ജിമിക്ക് കമ്മലാണ് ഞാൻ ഇന്ന് ഈ ഡ്രസ്സിൻ്റെ കൂടെ ഈ ഓർണമെൻറ്റ്സിൻ്റെ കൂടെ പെയർ ചെയ്യുന്നത്. നമ്മളിവിടെ മുല്ലപ്പൂവൊക്കെ വാങ്ങിച്ചു വെച്ചിട്ടുണ്ട്. ഇന്നലെ വൈകിട്ട് വാങ്ങിച്ചു വെച്ചായിരുന്നു. ഇനി അതും വെക്കണം. ഞാനങ്ങനെ മുല്ലപ്പൂവൊക്കെ വെച്ച് ഓൾമോസ്റ്റ് റെഡി ആയിട്ട് ചെന്നപ്പോൾ അമ്മ അവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുകയായിരുന്നു. കുറച്ച് ലേറ്റ് ആയിരുന്നു. ഞങ്ങൾ ശരിക്കും പറഞ്ഞാൽ ഇവിടെ അടുത്തായതുകൊണ്ട് ഒരു 12:20 ഒക്കെ ആകുമ്പോഴത്തേക്കിനും ഇറങ്ങാമെന്ന് വിചാരിച്ചാണ്. പക്ഷേ ഇപ്പോൾ 12:25 ആയി. മാത്രമല്ല പുറത്ത് നല്ല മഴയുണ്ട്. എനിവേ ഞങ്ങൾ ഇറങ്ങാൻ തീരുമാനിച്ചു. അതിന് മുന്നേ ഞാൻ ചുമ്മാ കുറച്ച് വീഡിയോസൊക്കെ എടുത്ത് നോക്കി. ഞാൻ കുറേ കാലത്തിന് ശേഷമാണ് ഇങ്ങനെ ട്രഡീഷണൽ ലുക്കിൽ പുറത്തേക്കൊക്കെ പോകുന്നത്. മുല്ലപ്പൂവൊക്കെ പണ്ട് വെക്കുകയായിരുന്നു, ഇപ്പം ഞാനങ്ങനെ വെക്കാറേയില്ല. അങ്ങനെ ഞങ്ങൾ അവിടെ എത്തിയപ്പോഴത്തേക്കിനും കറക്റ്റ് സമയത്ത് ചെന്നു. പുറത്ത് നല്ല മഴ പെയ്യുന്നുണ്ട്. അപ്പം ഞങ്ങൾ ഇവിടെ ഇങ്ങനെ ചെയറിലൊക്കെ ഇങ്ങനെ ഇരിക്കുവാണ്. ചെറുക്കനെയും പെണ്ണിനെയൊക്കെ കണ്ടു. അവിടെ ആ ഒരു ഇത് വായിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ലേഡിയെ കണ്ടു. ഞാൻ ഫസ്റ്റ് ടൈമാണ് ഇങ്ങനത്തെ ഇതൊക്കെ ഒരു ലേഡി പ്ലേ ചെയ്യുന്നത് ഞാൻ കാണുന്നത്. ഞാനങ്ങനെ ഹിന്ദു വെഡ്ഡിങ്സിന് അധികം പോയിട്ടില്ല, വളരെ കുറച്ചേ പോയിട്ടുള്ളൂ. അപ്പോൾ ഇത് ഞാൻ ഫസ്റ്റ് ടൈമാണ് കാണുന്നത്. അവിടെ പുറത്ത് മഴയായത് കാരണം ഞങ്ങൾ മാത്രമല്ല, അവിടെ ഉണ്ടായിരുന്ന ഓൾമോസ്റ്റ് ലേഡീസ് എല്ലാവരും അവിടെ ഇങ്ങനെ ചെയറിൽ ഇരിക്കുമായിരുന്നു. കല്യാണത്തിൻ്റെ ദിവസമൊക്കെ മഴ പെയ്യുന്നത് ഭയങ്കര കഷ്ടമല്ലേ. പണ്ടൊക്കെ എനിക്ക് മഴ ഭയങ്കര ഇഷ്ടമായിരുന്നു, മഴയത്ത് പുറത്ത് വന്നൊക്കെ. പക്ഷേ ഇപ്പോൾ കല്യാണത്തിൻ്റെയൊക്കെ ദിവസങ്ങളിലൊക്കെ മഴ പെയ്യുന്നത് ഭയങ്കര കഷ്ടം പിടിച്ച പരിപാടിയായിട്ട് തോന്നുന്നു. മഴയൊക്കെ ആസ്വദിച്ചു. നമ്മൾ പിന്നെ ഫുഡൊക്കെ കഴിച്ചു, വീട്ടിൽ വന്നു. ഫൈനലി തിരിച്ച് വന്നു, വീട്ടിലെത്തി. ഞങ്ങളുടെ വീട്ടിലെത്തിയപ്പം മഴ മാറി, നല്ല വെയിലായി. അപ്പം മഴയൊക്കെ കൊണ്ടു പനി പിടിക്കാതിരുന്നാൽ മതി ഗൈസ്. അപ്പോൾ ഇത്രേ ഉള്ളൂ എൻ്റെ ചെറിയൊരു വീഡിയോ ആയിരുന്നു. ഒരു വെഡ്ഡിങ് പോയതാണ്. അപ്പം ഞാൻ വിചാരിച്ചു അതിൻ്റെ കുറച്ച് ക്ലിപ്സൊക്കെ എടുത്ത് ഒരു ചെറിയ ഷോർട്ട് മിനി വ്ളോഗ് ആക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അത്രേ ഉള്ളൂ. തിരിച്ച് വീട്ടിലെത്തിയപ്പോൾ പുറത്ത് നല്ല വെയിലായി. അപ്പോൾ എല്ലാവർക്കും താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് മൈ വീഡിയോ. ഓൾ ദി ബെസ്റ്റ്, ടേക്ക് കെയർ, ബൈ.
മഴ മാറി വെയിൽ വന്നു, പിന്നെ വെയിൽ മാറി മഴയായി, അതിങ്ങനെ മാറി മാറി നിൽക്കുന്നു. അത് കണ്ടപ്പോൾ വിചാരിച്ചു എന്നാൽ പിന്നെ ഇതിൻ്റെയും കൂടെ വീഡിയോ എടുത്തിട്ട് പറയാമെന്ന്. അങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നപ്പോൾ തോന്നി എന്നാൽ പിന്നെ ഒരു മിറർ വീഡിയോ കൂടി എടുക്കാം. അത്രേ ഉള്ളൂ. അപ്പോൾ വീണ്ടും ഒരിക്കൽ കൂടി എല്ലാവർക്കും താങ്ക് യു സോ മച്ച്.